ഹായ് വെൽക്കം. എൻ്റെ രാവിലത്തെ കാര്യങ്ങളിലേക്ക് കിടക്കാണ്. ആദ്യം നമ്മൾ ചെടികൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് വെള്ളം കഴിഞ്ഞ ദിവസം കൊടുത്ത് വെള്ളം ഉണ്ടോ എന്ന് നോക്കണം. അതെല്ലാം നോക്കിയിട്ടേ നമുക്ക് പിന്നെ അടിക്കാൻ പറ്റുള്ളൂ. ഇത് തുടക്കത്തിലുള്ളതാണ്. വെള്ളം അടിച്ചു കൊടുക്കാവുന്ന പാകമാണ്. ഈ പാകത്തിൽ വരെ നമ്മൾ മുകളിൽ നിന്ന് വെള്ളം അടിച്ചു കൊടുത്താൽ മതി. അടുത്ത ദിവസം തൊട്ട് ഇതിനെല്ലാം നമ്മൾ ഈ പുറത്തെ ട്രേ ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഈ വെള്ളം ഒഴിക്കുന്നതിനൊരു കണക്കുണ്ട്. വെള്ളം നിറയ്ക്കാൻ കൂടുതലായി കഴിഞ്ഞാൽ അതിനും ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം നട്ടതാണ്, കഴിഞ്ഞ ദിവസം പാകിയതാണിത്. ഇതിനിതുപോലെ ഇതുപോലെ ഇരിക്കും. ഇത് റെഡ് കേബേജാണ്. ഇത് രണ്ട് ദിവസം കഴിഞ്ഞതാണ്. മൂന്നാമത്തെ ദിവസം കഴിഞ്ഞതാണ് ഇതെല്ലാം. ഇത് നാലാമത്തെ ദിവസമായിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച പോട്ടിൽ നിറയ്ക്കാൻ പറ്റുന്ന പാകത്തിലാക്കി വെച്ചിട്ടുള്ള ചകിരിച്ചോറാണ്. ഈ ഇതിൽ കാണുന്നതാണ് നമുക്ക് ഉണ്ടാക്കുന്നതിലിടയ്ക്ക് ഒഴിവാക്കി കളയേണ്ട പോർഷനാണത്. അതിൻ്റെ പ്രശ്നം ഇതാണ്. ഇത് കണ്ടോ, ഇത് തീർത്തും ഫൈൻ ഡസ്റ്റാണ്. ഈ സാധനം നമ്മുടെ പോട്ടിൽ മിക്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈർപ്പം വല്ലാതെ ഒരുപാട് സമയത്തേക്ക് നിലനിർത്തും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അഴുകാനായിട്ട് നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളിത് രണ്ടും വേർതിരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് ഇനി ഇത്രയും സാധനത്തിൽ നിന്ന് വേർതിരിച്ച അഴുക്കാണ്. അഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ ഡസ്റ്റാണിത്. വേറെ കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ഇതിൽ ചില ബ്രിക്സിന്ന് മണൽ പോലും കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ബ്രിക്സിൽ മണൽ പോലും കാണാം. അതിനർത്ഥം അവർ തൂക്കം കിട്ടാൻ വേണ്ടിയിട്ട് മണലും മറ്റു കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ടും കൂടിയാണ് നമ്മളിത് മാറ്റണമെന്ന് പ്രത്യേകം പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി ഇതെങ്ങനെയാണ് മാറ്റുന്നത്, എങ്ങനെയാണിത് നനയ്ക്കുന്നത്, എന്താണ് അതിൻ്റെ പാകം എന്ന് ഒന്ന് വിശദീകരിക്കാൻ വേണ്ടി പുതിയൊരു ബ്രിക്ക് എടുത്തിട്ട് ഞാനത് ചെയ്തു തരാം. ഇതാണ് സാധാരണ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കൊക്കോപിത്തിൻ്റെ ബ്രിക്കാണിത്. ഇത് ഏകദേശം ഒരു 4.5 കിലോ വരും. ബ്രാൻഡ് നിങ്ങൾ ദയവചെയ്ത് നോക്കരുത്. ഞാൻ ഇതിൽ അത്ര ഹാപ്പി അല്ല. വാങ്ങിച്ചതുകൊണ്ട് ഇത് വെച്ച് ചെയ്യുകയാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഈ ഫൈൻ ഡസ്റ്റ് ആയിട്ടുള്ള സംഗതികളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് നോക്കാം. പുതുതായി ഉണ്ടാക്കുന്ന ആളുകൾ ഈ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നാലേ നമ്മുടെ ആവശ്യത്തിനാണെങ്കിൽ പോലും ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു 6 തട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 6 ട്രേ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഇത്തരം കാര്യങ്ങളിൽ ചില ആളുകൾക്ക് നമ്മൾ ഇത് ചെയ്ത് കാണിക്കുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപാട് സമയമെടുക്കുന്ന കാര്യമാണ് ഒന്ന്. രണ്ടാമതൊരു കാര്യം, ചില ആളുകൾക്ക് വല്ല OCD അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് മടിയായിരിക്കും. അപ്പോൾ അത് ഒരിക്കലും അങ്ങനെയുള്ള ആളുകൾ നമ്മൾ ഈ കൃഷിയിലേക്ക് സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നതിലേക്ക് വരാതിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം നമ്മൾ തുടങ്ങും, പക്ഷെ പിന്നീട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇത് വേണ്ടിയിരുന്നില്ലല്ലോ എന്ന് കരുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ ഇത് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ വേറെ മാർഗമുണ്ട്. അവർ നിരാശപ്പെടേണ്ടതില്ല. ഞങ്ങൾ അതിന് മറ്റു മാർഗങ്ങൾ പറഞ്ഞു തരാം. അത് വേറൊരു വീഡിയോയിൽ പറയാം. പക്ഷെ ഇപ്പോൾ ഞാൻ ചകിരിച്ചോറിൻ്റെ കാര്യത്തെക്കുറിച്ച് മാത്രം പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, നമ്മൾ വളരെ കുറവ് കൊക്കോപിറ്റ് ഇതിൽ എടുത്തിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ ബക്കറ്റ് ഫുള്ളായിട്ട് വെള്ളം നിറയ്ക്കണം. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ശരിക്കും കുതിരുന്ന പോലെ നമ്മൾ ഇളക്കി കൊടുത്ത് അത് ചെയ്യണം. ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ മുകൾ വശം വരുന്ന ഇതുപോലത്തെയുള്ള വലിയ ചകിരി കഷ്ണങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നമുക്ക് മാറ്റാവുന്നതാണ്. അത് വേണ്ട, നമുക്ക് ആവശ്യമില്ല. നമ്മൾ നല്ലോണം ഇളക്കിയിട്ട് ഇതിൽ പൊങ്ങി കിടക്കുന്ന ചകിരിയുടെ ഭാഗം മാത്രം എടുക്കുക. അതിനുശേഷം ഇത് നന്നായി ഉണ്ടോ, ഇതിന് വെള്ളം തീരെ ഇല്ല, അതിങ്ങനെ ഇടാം. ഇപ്പം നമ്മളിതിൽ പൊങ്ങിക്കിടക്കുന്നതെല്ലാതും നമ്മളെടുത്ത് ഇതുപോലെ പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് നമ്മളോട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോട്ട് നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചകിരി. ഇനി ഇതിൻ്റെ അടിയിൽ കാണാം ഇതുപോലെ ചെളിയായിട്ട് വരുന്നതാണ്. ഇത് ഒരിക്കലും നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് നമ്മൾ മാറ്റി കളയണം. ഇത് നമുക്ക് ആവശ്യമില്ല. ഇത് നമ്മുടെ വീടുകളിലെ ചെടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിലൊക്കെ വളം ചേർത്തിട്ട് ചെടിത്തോട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് നല്ലോണം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഇതാണ്. ഇത് പക്ഷെ നമ്മൾ ഒരിക്കലും ഇതിലേക്ക് ഉപയോഗിക്കരുത്. അതുകൊണ്ട് പൊങ്ങി കിടക്കുന്ന ഇത് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ഇനിയിപ്പോൾ ഇതുകൊണ്ട് അവസാനിച്ചിട്ടില്ല. ഇത് 2 തവണയും കൂടി നമ്മൾ കഴുകിയെടുക്കണം. വേറെ ബക്കറ്റ് ഉപയോഗിച്ചിട്ട് 2 തവണയും കൂടി കഴുകിയെടുത്ത് പിഴിഞ്ഞെടുത്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അതിൽ അസിഡിക് ആയിട്ടുള്ള പല സംഗതികളൊക്കെ ഉണ്ട് വെച്ചാൽ അതിൻ്റെ അസിഡിറ്റി കുറയാനായിട്ട്, അത് മാറിപ്പോകാനായിട്ട് 2 തവണ കഴുകുന്നത് വളരെ നല്ലതാണ്. ഇതാണ് നമ്മൾ പോട്ടുകളിലേക്ക് നിറയ്ക്കുന്നത്. ഇതിപ്പോൾ 6 പോട്ട് നിറയ്ക്കാനായിട്ടുള്ളത് ഉണ്ടാവണം. ചുരുങ്ങി 4 ഉണ്ടാവും. നമ്മളത് അളന്നിട്ടല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മൾ നിറയ്ക്കുമ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ ഈ ഒരു പോട്ട് ശ്രദ്ധിക്കുക. ഈ പോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇന്നർ പോട്ട് ഈ ഔട്ടർ പോട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടല്ല ഇരിക്കുന്നത്, പുറത്തിറങ്ങിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള ചകിരിച്ചോറിൻ്റെ ഇത്. നേരത്തെ പറഞ്ഞു 2 തവണ നമ്മൾ വീണ്ടും കഴുകണം, എന്നിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. ഇനി എങ്ങനെയാണ് ഈ ചകിരിച്ചോറ് നിറച്ചിട്ട് അതിൽ എത്രമാത്രം വെള്ളം ഒഴിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിനേക്കാൾ നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഗൗരവമുള്ള ഒരു കാര്യമാണ് മൈക്രോഗ്രീൻസിന് വേണ്ടിയിട്ട്. ആ വിഷയം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.